ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും മൗനരാഗം സീരിയലിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നാളെ നമ്മുടെ സ്റ്റെഫിയുടെ മരണമാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ സ്റ്റെഫിനെ അവിടെ കെട്ടിയിട്ടതിന് ശേഷം ഗുണ്ടകളെയും വിളിച്ചു വരുത്തുവാണ് കിരണും രതീഷും വെയിലും കൂടി ചേർന്നിട്ട്. അതിന് സ്റ്റെഫിയുടെ കയ്യിൽ മൊബൈൽ മേടിച്ചിട്ട് ഗുണ്ടകൾക്ക് മെസ്സേജ് അയക്കുകയാണ്. ഞാൻ കാർത്തികേനെയും ലക്ഷ്മി അമ്മേനെയും കൊന്നു, നിങ്ങൾ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വാ, നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷമാക്കിയിട്ട് തിരിച്ച് ചെന്നൈയിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കാണുന്ന ഗുണ്ടകൾക്ക് ഭയങ്കര സന്തോഷമാണ്. അവര് 3 പേരും കൂടി ആ സന്തോഷത്തില് വേഗം തന്നെ ബൈക്ക് എടുത്തിട്ട് സ്റ്റെഫി പറഞ്ഞിരിക്കുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ എത്തുമ്പോഴേക്കും ഞെട്ടിപ്പോകാണ് കിരണും വേലും രതീഷും കൂടി അവരെ വളഞ്ഞിട്ട് പിടിക്കുക കേട്ടോ. ശേഷം അവരെ 3 പേരെയും ഇഞ്ചപ്പരുവാക്കണ രീതിയിലേക്ക് അടിച്ച് ഒരു കോലത്തിലാക്കുകയാണ്. എന്നിട്ട് പറയണ്ട്, നീ എന്താടാ വിചാരിച്ചത് ലക്ഷ്മി അമ്മേനെയും കാർത്തികേനെയും കൊന്ന് നിങ്ങളുടെ സ്റ്റെഫി മാഡം നിങ്ങളെ വിളിച്ച് മെസ്സേജ് അയച്ചാണെന്നോ? ഒരിക്കലും ഇല്ലടാ, ഞാനാടാ മെസ്സേജ് അയച്ചത്. കാരണം നിങ്ങൾ 3ഉം അതുപോലെ തന്നെ സ്റ്റെഫിയാണ് ഇനി ഞങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ളത്. നിങ്ങളുടെ ഗംഗപ്രസാദ് മരിച്ചു, മണ്ണടിഞ്ഞു, എന്നിട്ട് നിങ്ങൾക്കൊന്നും മരിച്ചവന്റെ പുറകെ പോവാൻ നാണമില്ലടാ. നിങ്ങൾക്കൊക്കെ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ആ ജീവിതം ജീവിച്ചു തീർക്കാൻ നിങ്ങൾക്ക് വയ്യ. അപ്പോഴും ഗംഗയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടി ഗംഗ കൊല്ലണമെന്ന് ആഗ്രഹിച്ച ആൾക്കാരൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവൻ ഞങ്ങൾ അങ്ങ് എടുക്കുവാടാ എന്ന് പറയുമ്പോ ആ ഗുണ്ടകൾ അയ്യോ സാറേ, പ്ലീസ് സാറേ, ഞങ്ങളൊന്നും ചെയ്യില്ലേ, ഇനി ഒരിക്കലും ഞങ്ങൾ ഇങ്ങോട്ട് വരില്ല സാറേ, സ്റ്റെഫി പറഞ്ഞോണ്ട് മാത്രം സാറേ ഞങ്ങൾ ഇതൊക്കെ ചെയ്ത്. ഇല്ലടാ, നിങ്ങൾ മരണം അർഹതപ്പെട്ടവരാണ്. നിങ്ങൾ കാരണം ഒരുപാട് കുടുംബങ്ങൾ വഴിയാധാരമായിട്ടുണ്ട് അല്ലേ? ഇത്രയും പ്രായത്തിനിടയ്ക്ക് നിങ്ങൾ ഒരുപാട് കുടുംബങ്ങളെ ഇല്ലാതാക്കിയിട്ടില്ലേ? അതുകൊണ്ട് അവരുടെയൊക്കെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി, ആ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ നിങ്ങളെ അങ്ങോട്ട് ഇല്ലാതാക്കുവാടാ എന്ന് പറഞ്ഞിട്ട് കിരൺ ആ 3 ഗുണ്ടകളെയും സ്റ്റെഫിനെയും ഒരുമിച്ച് കെട്ടിയിട്ട് രാഹുലിനെ കെട്ടിയിട്ടത് എവിടെയാണോ അവിടെ തന്നെ കെട്ടിടാണ്, രാത്രി മൃഗങ്ങൾക്ക് ഭക്ഷണം ആക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കിരണും വേലും രതീഷും കൂടി അവിടെ നിന്ന് പോവാണ്. 4 കൂടി വായ തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ വായയിൽ തുണിയും തിരികിയിട്ടുണ്ട് കിരൺ. 4 പേരും കൂടി അവിടെ കിടന്നിട്ട് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കാൻ പോണില്ല. രാത്രിയാകുമ്പോഴേക്കും അവര് വന്യമൃഗങ്ങളെല്ലാം കടിച്ചു കീറി തിന്നാണ്. രാവിലെ ആകുമ്പോ അവർക്ക് അവിടെ ഒരു അവശിഷ്ടം പോലും ബാക്കിയില്ല. അങ്ങനെ ഗംഗപ്രസാദിന്റെ പുറകെ നടക്കുന്ന എല്ലാവരെയും കിരണും വേലും രതീഷും കൂടി അങ്ങനെ അങ്ങോട്ട് ഇല്ലാതാക്കിട്ടോ. അവരുടെ കൈകൊണ്ട് ഒരിക്കലും കൊല ചെയ്തിട്ടുമില്ല, എന്നാ അവര് മരണപ്പെട്ടും ചെയ്തു. കാട്ടുമൃഗങ്ങളാണല്ലോ തിന്നത്. നിങ്ങൾ എന്ന് അന്വേഷിച്ചിട്ട് ആരും ഇല്ല. അപ്പൊ അതുകൊണ്ട് നാളെ ആ 4 ശത്രുക്കൾ അങ്ങോട്ട് തീരാണ്. ഇനിയുള്ളത് അവശേഷിക്കുന്ന 2 പേര് മാത്രമാണ്. അത് സരയു വിക്രവുമാണ്. ഇനി സരയുവിന്റെ വിക്രത്തിന്റെ മരണമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നാളെ അവസാന ഭാഗത്തോടു കൂടി നമ്മുടെ വിക്രം പരോളിൽ ഇറങ്ങുന്ന ഭാഗമാണ് കാണാൻ വേണ്ടി പോകുന്നത്. വിക്രം പരോളിൽ ഇറങ്ങുമ്പോ തന്നെ ജയിൽ സൂപ്രണ്ട് പറയുന്നുണ്ട്, എടാ നിനക്ക് തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റൂടാ. അതെന്താ സാറേ സാർ അങ്ങനെ പറഞ്ഞത്? ഞാൻ ഇവിടെ നിന്നെങ്കിലും ഓടിപ്പോകും വെച്ചിട്ടാണ്. അല്ലടാ, ഓടിപ്പോകുന്നുണ്ടെന്നല്ല, നീയും അതുപോലെ മരണപ്പെട്ടാലോ? ഇവിടെ നിന്ന് ചാടിപ്പോയത് ഗംഗപ്രസാദ്, അവൻ മരിച്ചു. പിന്നെ രാഹുല് പരോളിൽ പോയതാണ്, തിരിച്ചു വന്നില്ല, അവനും മരിച്ചു. പിന്നെ സ്റ്റെഫി, അവളും ജയിലിൽ ചാടി പോയിട്ടുണ്ട്. പക്ഷെ അവളെ കുറിച്ച് മാറിയൊന്നുമില്ല, അവളും മരിച്ചു കാണും. ഇനിയിപ്പോ നീ മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞ മനോഹര സ്വഭാവമൊക്കെ മാറി നല്ല രീതി ആയതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പേടിയില്ല, തലവേദനയുള്ള ഒന്നുമില്ല. അല്ലെങ്കിലും അവൻ നിങ്ങളെ പോലൊന്നും ആയിരുന്നില്ലല്ലോ. അതുകൊണ്ടാ ചോദിച്ചത്, നീ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരൂടാ, നീയും മരണപ്പെടോ എന്നൊക്കെ ചോദിക്കാണ്. സാറേ, അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. ഈ വിക്രം പോയിട്ട് എന്തൊക്കെ ചെയ്യുന്നു സാറ് കണ്ടോ? ആഹാ, നീ പുറത്തു പോയിട്ട് വെല്ലുവിളിക്കാൻ വേണ്ടി പോകുവാണോ? എങ്കിലേ മോനൊരു കാര്യം ആലോചിച്ചോ, എല്ലാ ദിവസവും രാവിലെ 8 മണി നേരം സമയം ഉണ്ടെങ്കിലേ ഇവിടെ വന്നിട്ട് ബുക്കിൽ ഒപ്പിടണം. അത് മറന്നുപോയോ വെല്ലുവിളിക്കുമ്പോ എന്ന് ചോദിക്കാണ്. സാറേ, ഞാൻ പരോളിനെ അനുവദിച്ചേക്കണല്ലേ സാറേ, പിന്നെ എന്തിനാ സാറേ എന്നെ ഇങ്ങനെ വിളിച്ചു ഉപദേശിച്ചുകൊണ്ടിരിക്കണത്? എടാ, നീ ഒന്നും ഉപദേശിച്ചാൽ നന്നാവില്ലെന്ന് അറിയാം, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. അതെ, ജയിലുള്ള ബാക്കിയുള്ള ആൾക്കാർ പറയാട്ടോ ജയിൽ സൂപ്രണ്ട്. എല്ലാവരും ഇവനെ ശരിക്കൊന്ന് കണ്ടോ, ചിലപ്പോ ഇനി ജീവനോട് ഇവനെ കാണാൻ പറ്റില്ലെന്ന് വരും എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ്. വിക്രം ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിന്ന് സൈൻ ചെയ്തിട്ട് ഇറങ്ങാട്ടോ. ഇറങ്ങിയ വിക്രം നേരെ പോണത് സരയുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. സരയു വിക്രത്തോട് പറഞ്ഞിട്ട് നമുക്ക് പുറത്തു പോയിട്ട് സംസാരിക്കാന്ന് പറയാണ്. പുറത്തു പോയി കഴിഞ്ഞതിന് ശേഷം സരയു വിക്രത്തോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ്. വിക്രം, എനിക്ക് പഴയ കിരൺ, അതായത് ഞാൻ മുമ്പ് എങ്ങനെയാണോ ആ രീതി തന്നെ ഇപ്പോഴ കിരണിനെ കാണുന്നത്, ആ പഴയ കിരണിനെ എനിക്ക് തിരിച്ചു വേണം. അതിന് ശല്യമായിട്ടുള്ളത് അവളാണ്, ആ കല്യാണി. അവള് തീർക്കാൻ വേണ്ടിയിട്ടാണ് എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പരോളിൽ ഇറങ്ങിയത്. പക്ഷെ എന്റെ അച്ഛനെ കൊന്നു കളഞ്ഞു അവര്. പക്ഷെ കല്യാണി ഒട്ടും മരിച്ചൂല. എടാ, എന്ത് ജന്മമാണ് നിന്റെ പെങ്ങളുടെ? ദേ സരിയു, അവൾ എന്റെ പെങ്ങാന്ന് മാത്രം പറഞ്ഞേക്കല്ലേ? ശരി, ആരാണെങ്കിലും അവളുടെയൊക്കെ എന്ത് ജന്മമാടാ? എത്ര വർഷങ്ങൾ നമ്മൾ അവരെ കൊല്ലാൻ നടക്കുന്നു.
അവള് മാത്രം മരിക്കുന്നില്ല. അവൾ എന്താടാ ഇങ്ങനെ മരിക്കാത്തത്? വിക്രം പറയണ്ട. സരിയോ ശരിയാ നീ പറഞ്ഞത്, അവള് മാത്രം മരിക്കുന്നുണ്ടായിരുന്നില്ല. അവള് പെട്ടെന്നൊന്നും മരണപ്പെടുന്ന ഒരു ടൈപ്പ് അല്ലെന്നാ എനിക്ക് തോന്നുന്നത്. പക്ഷെ നീ നോക്കിക്കോ സരിയോ, ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം, അതായത് ഗംഗേട്ടനെ ചെയ്യാൻ പറ്റില്ല, നിന്റെ അച്ഛൻ രാഹുലിനെ ചെയ്യാൻ പറ്റില്ല, രാഹുലങ്ങളെ ചെയ്യാൻ പറ്റിയില്ല, പിന്നെ സ്റ്റെഫി അവിടുത്തെ ഗുണ്ടകൾ ആർക്കും അവളെ കൊല്ലാൻ പറ്റിയില്ല. പക്ഷെ ഈ വിക്രം കൊല്ലും, നീ നോക്കിക്കോ എന്ന് പറയാണ്. എടാ അങ്ങനെയാണെങ്കിൽ വളരെ ഉപകാരം, കാരണം എനിക്ക് എന്റെ കിരണിനെ തിരിച്ചു വേണം. വിക്രം പറയണ്ട. സത്യം പറഞ്ഞ കല്യാണിനെ കിരണിനെ ഒരുമിച്ച് കൊല്ലാനായിരുന്നു എന്റെ പ്ലാന്. പക്ഷെ സരിയോ, രാഹുൽ അങ്കിളിന് വേണ്ടി ഞാൻ കിരണിനെ കൊല്ലില്ല. കാരണം നീയും കിരണും ഒന്നിച്ച് ജീവിക്കണമെന്നായിരുന്നു രാഹുൽ അങ്കിളുടെ അവസാന ആഗ്രഹം. അതുകൊണ്ട് തന്നെ രാഹുൽ അങ്കിളുടെ അവസാന ആഗ്രഹം ഞാൻ സാധിച്ചു തരും. നീയും കിരണും കൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കും. നിങ്ങൾക്ക് ഇടങ്കൂലായിട്ട് നിൽക്കുന്ന കല്യാണിനെ ഞാൻ അങ്ങ് തീർത്ത് കളയും എന്ന് പറയാണ്. സരിയുവിനെ ഭയങ്കര സന്തോഷാവാട്ടോ. അങ്ങനെ വിക്രമത്തിനോട് പറയുന്നുണ്ട്, സരിയു അതിനുള്ള സാഹചര്യം ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാടാ. അവര് രാവിലെ നടക്കാൻ പോകുമല്ലോ, ആ സമയത്തിന് നീ അവരെ കൊന്നോ. പിന്നെ കൂടെ ഞാനും കൂടി അവരുടെ കൂടെ ഉണ്ടാവും കേട്ടോ. കാരണം ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവരാം. അവിടെയാണെന്നുണ്ടെങ്കിൽ അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല, നിനക്ക് ഓടി രക്ഷപ്പെടാനും സൗകര്യമായിരിക്കും. അത് എവിടെയാ സരിയു? നമ്മുടെ ഗ്രൗണ്ടിലടാ. ഓ അത് നല്ലൊരു ഐഡിയ ആണ് സരിയു എന്ന് വിക്രവും പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ സരിയു കിരണിന്റെയും കല്യാണിന്റെയും കൂടെ നടക്കാൻ വേണ്ടി അങ്ങ് പോവാട്ടോ. കിരണും കല്യാണിയും നടക്കാണ്, കൂടെ സരിയും പോകുന്നുണ്ട്. മനോഹറിന്റെ കാര്യമാണ് ഇവര് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത് കേട്ടോ. അപ്പൊ സരിയും മനസ്സിൽ വിചാരിക്കാണ്, സംസാരിക്കട്ടെ, അവസാന നേരത്തല്ലേ അവളിങ്ങനെ സംസാരിക്കുന്നത്, എനിക്ക് കേൾക്കാൻ താല്പര്യമൊന്നുമില്ല, ഇവളെ കാണാനും താല്പര്യമില്ല. പക്ഷെ ഇവളിനി ജീവനോടെ കാണില്ലല്ലോ, ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഇവള് മരണപ്പെടുമല്ലോ എന്നൊക്കെയാണ് സരുവിന്റെ മനസ്സിലെ സന്തോഷം കേട്ടോ. അങ്ങനെ സരു വിക്രത്തിനെ വിളിച്ചു വരുത്തി ആ ഒരു സ്ഥലത്തിലേക്ക് തന്നെ കിരണിനെയും കല്യാണിനെയും കൊണ്ട് സരയു എത്തുവാണ്. അവിടെ എത്തുമ്പോഴേക്കും അവിടെ എങ്ങാനും വിക്രം ഉണ്ടോന്ന് സരയു ഓടിച്ചിട്ട് നോക്കുമ്പോഴേക്കും മരത്തിന്റെ സൈഡിലായിട്ട് വിക്രത്തിനെ കാണുന്നുണ്ട്. വിക്രത്തിന്റെ കയ്യിൽ ഒരു തോക്ക് സരയു കൊടുത്തിട്ടുണ്ടായിരുന്നു കല്യാണിനെ ഷൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള കല്യാണിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മുടെ വിക്രമാണെങ്കിൽ തോക്കിങ്ങനെ ചൂണ്ടി നിൽക്കുന്ന സമയത്ത് കറക്റ്റ് കല്യാണിന്റെ നേരെ തന്നെയാണ് ആ ഒരു വെടിയുണ്ട പൊട്ടിക്കണത്. അങ്ങനെ കല്യാണിക്ക് വെടി കൊണ്ടിട്ട് മരിച്ചു വീഴുന്ന രീതിയിലാണ് പ്രൊമോയില് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ആ ഒരു കല്യാണി മരിച്ചു വീഴുന്ന സമയത്ത് സരയു പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം സരയുടെ സ്വപ്നം മാത്രമാണ് അത്. വിക്രത്തിനോട് കല്യാണിനെ വെടിവെക്കാനാണല്ലോ സരയു പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് വിക്രം മിക്കവാറും വെടിവെക്കണത് അത് സരയുവിന് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ സരയു എന്ന് പറഞ്ഞ ആ ഒരു വില്ലത്തി തീർന്നു. പിന്നെ വിക്രം അത് ഭൂമിക്ക് ഭാരമായത് കൊണ്ട് തന്നെ നമ്മുടെ പ്രകാശം തന്നെയാണ് വിക്രത്തിനെ കൊല്ലുന്നത് കേട്ടോ. അത് വേറെ കാര്യം. മിക്കവാറും വിക്രം കല്യാണിനെ വെടിവെക്കുന്ന സമയത്ത് അത് മിക്കവാറും നേരെ ചെന്ന് വീണത് സരയുവിന്റെ തലയിൽ തന്നെയായിരിക്കും. അങ്ങനെ സരയുവും ഇല്ലാതാകും. അത് തന്നെയാണ് ചെയ്യാൻ പോണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ആ ഒരു സരയു എന്ന് പറഞ്ഞ ശത്രു കൂടി ഇല്ലാതാവും. പിന്നെ ആകെയുള്ള അവശേഷിക്കുന്നത് വിക്രം മാത്രമാണ്. വിക്രത്തിനെ കൊല്ലുന്നത് എന്തായാലും പ്രകാശനാണ്, അത് ഉറപ്പാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.